ഹായ് ഓൾ, വെൽക്കം ടു എക്സ് ആൻഡ് വൈ ഒളിമ്പ്യാഡ്സ്. അപ്പോൾ NSCJS-ഉമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ പറയാനാണ് ഈ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. സോ NSCJS-ന്റെ സെൻറ്റർ രജിസ്ട്രേഷൻ്റെ ഡേറ്റ് വന്നിട്ടുണ്ട്. August 1 മുതൽ August 20 വരെയാണ് നിങ്ങളുടെ സ്കൂളിനൊക്കെ സെൻറ്ററായിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റുക. സോ നിങ്ങളുടെ സ്കൂളിന് സെൻറ്ററായിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ്. എങ്ങനെയാണ് സെൻറ്ററായിട്ട് രജിസ്റ്റർ ചെയ്യുക, എങ്ങനെയാണ് സെൻറ്ററായിട്ട് രജിസ്റ്റർ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന കാര്യങ്ങൾ, അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെയാണ്, ഏതൊക്കെ സ്റ്റെപ്സാണ് നമ്മൾ ചെയ്യേണ്ടതുള്ളത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, ഈ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ പാർട്ടുകളായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പോയി നോക്കാം. സോ നമ്മൾ ആദ്യം തന്നെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് IAPT.org.in എന്ന് പറയുന്ന സൈറ്റിലേക്കാണ് നമ്മൾ പോകേണ്ടത്. IAPT എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ഫിസിക്സ് ടീച്ചേഴ്സ് എന്ന് പറയുന്ന അവരുടെ സംഘടനയുടെ അല്ലെങ്കിൽ ആ ഒരു സംഘടനയുടെ ഒഫീഷ്യൽ സൈറ്റാണ് ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ഫിസിക്സ് ടീച്ചേഴ്സ്. ഈ ഒരു സൈറ്റിൽ പോയി കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് NSCJS അതുപോലെ തന്നെ NSEP ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എക്സാംസ് ഉണ്ട്. നാഷണൽ സയൻസ് എക്സാമിനേഷൻ ആണ് NSC എന്ന് പറയുന്നത്. അതിൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് ആണ് NSEPയും NSECയും NSEBയും ഒക്കെ വരുന്നത്. അതിൻ്റെ 8, 9, 10 കാറ്റഗറി സ്റ്റുഡൻസിന് എഴുതാൻ പറ്റുന്ന എക്സാമാണ് NSCJS. അതിൻ്റെ ഫ്രീ ആയിട്ടുള്ള കോച്ചിങ് നമ്മുടെ ചാനലിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ അത് ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ചെക്കൗട്ട് ചെയ്യുക. സോ എന്ത് ചെയ്യാം, നമ്മൾ നോക്കുന്ന സമയത്ത് NSCA, NSEP ഇതിൻ്റെയൊക്കെ എക്സാം ഷെഡ്യൂളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നാഷണൽ വൈഡ് ആയിട്ട് സെൻറ്റർ ആയിട്ട് രജിസ്റ്റർ ചെയ്യാൻ, ഓരോ സ്കൂൾസിനും സെൻറ്റർ ആയിട്ട് രജിസ്റ്റർ ചെയ്യാനുള്ള ടൈമാണ് ഇവിടെ August 1 to August 20 വരെ കൊടുത്തിട്ടുള്ളത്. സോ അതിൻ്റെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. August 1-നാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. സോ നിങ്ങൾ ആദ്യം തന്നെ കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെയാണ് കാണാൻ പറ്റുക: ഇന്റർനാഷണൽ സയൻസ് ഒളിമ്പ്യാഡ്സ് നാഷണൽ സ്റ്റാൻഡേർഡ് എക്സാമിനേഷൻ 2025. അതിൻ്റെ ലിങ്ക് ഫോർ ദ സെൻറ്റർ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന സൈറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഈ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു സൈറ്റിലേക്കാണ് അല്ലെങ്കിൽ ഈ ഒരു ഇന്റർഫേസിലേക്കാണ് നിങ്ങൾ പോകാൻ പോകുന്നത്. സോ നിങ്ങൾ ഇന്റർഫേസിൽ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട്, ഒരുപാട് നോട്ട്സുകൾ തന്നിട്ടുണ്ട്. The center in charge is requested to have the following scanned documents in the hand for completing the സെൻറ്റർ രജിസ്ട്രേഷൻ. സെൻറ്റർ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് ഇൻ ഹാൻഡ് ആയിട്ട് വേണ്ടത് എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആദ്യം കൊടുത്തിട്ടുള്ള സെൻറ്റർ രജിസ്ട്രേഷൻ ഫോം. സെൻറ്റർ രജിസ്ട്രേഷൻ ഫോം നമ്മളുടെ ഒരു ബുക്ക്ലെറ്റ് ഉണ്ട്. ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ആ ബുക്ക്ലെറ്റ് നമുക്ക് കാണാൻ പറ്റും. ആ ബുക്ക്ലെറ്റിൽ നമുക്ക് സെൻറ്റർ രജിസ്ട്രേഷൻ ഫോം ആണ്. അതുപോലെ തന്നെ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക്സും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. അതായത് ആ ഒരു ബുക്ക്ലെറ്റിന്റെ താഴെ കൊടുത്തിട്ടുണ്ട്. ഇനി സെൻറ്റർ ഇൻചാർജ് പ്രിൻസിപ്പളിന്റെ ആധാർ കാർഡ് വേണം. അതുപോലെ തന്നെ ക്യാൻസൽഡ് ചെക്ക്, അതായത് നോൺ മാൻഡേറ്ററി ഫയൽ ഷുഡ് ബി, ഒരു ക്യാൻസൽഡ് ആയിട്ടുള്ള ഒരു ചെക്ക് കൂടി എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി NSC 2025 to 2026 ഈ ഒരു അക്കാഡമിക് ഇയറിന്റെ IAPT നടത്തുന്ന NSCയുടെ NSC എന്ന് പറയുന്നത് സയൻസ് ഒളിമ്പ്യാഡിന്റെ ഫസ്റ്റ് സ്റ്റേജ് ആണ്. ഇതിൽ NSEP, NSEB, NSEC, NSCJS, NSEA എന്ന് പറയുന്ന ഇത്രയും 5 എക്സാംസ് ആണ് അവർ കണ്ടക്ട് ചെയ്യുന്നത്. സോ ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്താലാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക, നിങ്ങൾക്ക് സെൻറ്റർ ആയിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റുക. അപ്പോൾ സെൻറ്റർ ആയിട്ട് ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് അവർ ചോദിക്കും. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ, അതിന് ഡിക്ലറേഷൻ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം കൊടുക്കണം. അത് അലോ ചെയ്യണം, അഗ്രി ചെയ്യണം. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം കണ്ടീഷൻസ് ആൻഡ് ഡിക്ലറേഷൻ എന്ന് പറയുന്ന ഈ ഒരു ഇതിലേക്കാണ് വരിക. ഈ ഒരു ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്കൂളിൻ്റെ ഏതാണ് സ്കൂള്, അതുപോലെ തന്നെ സ്കൂള് ഏത് ടൈപ്പാണ്, CBSE ആണോ, ICSE ആണോ, അല്ലെങ്കിൽ സ്റ്റേറ്റ് ബോർഡാണോ, ഇങ്ങനെയുള്ള സെൻറ്ററായിട്ട് രജിസ്റ്റർ ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഇവിടെ ചോദിക്കുക. അപ്പം അതിൽ തന്നെ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ തന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഒരു സ്കൂളിന് NSC നടത്താനുള്ള ഒരു സെൻറ്ററായിട്ട് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ മിനിമം ഒരു സബ്ജക്റ്റിലെങ്കിലും 30 സ്റ്റുഡൻസ് വേണം. ഒരു സബ്ജക്റ്റിൽ മിനിമം 30 സ്റ്റുഡൻസ് വേണം. ഒരു മിനിമം അറ്റ്ലീസ്റ്റ് 1 മതി എന്നാണ്. അറ്റ്ലീസ്റ്റ് 1 ഓർ മോർ സ്റ്റുഡൻസ് മസ്റ്റ് ബി എൻറോൾഡ് അറ്റ്ലീസ്റ്റ് ഇൻ 1 ഓഫ് ദ സബ്ജക്ട്സ്. ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ 30 സ്റ്റുഡൻസ് മതി. 30 അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ കുട്ടികൾ ഉണ്ടെങ്കിൽ അതിന് സെൻറ്ററായിട്ട് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇനി അതിൻ്റെ ഡിക്ലറേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് പോകുന്ന വിൻഡോ എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാനുള്ളതാണ്. ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേരെന്താണ്, ഏത് ബോർഡാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ വരുന്നത്, അതുപോലെ തന്നെ അതിൻ്റെ കോഡ് UDISE, അതായത് യൂണിഫൈഡ് ഡിസ്ട്രിക്ട് ഇൻഫർമേഷൻ സിസ്റ്റം ഫോർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് UDISE. ഓരോ സ്കൂളിനും 11 നമ്പർ ഉണ്ടാവും. ആ നമ്പർ എന്ത് ചെയ്യാം, ഇവിടെ എൻറോൾ ചെയ്യാം. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അഡ്രസ്സ് കൊടുക്കണം. സ്കൂളിൻ്റെ അഡ്രസ്സ് എവിടെയാണ് വരുന്നത്, റിമോട്ട് ആയിട്ടുള്ള ഏരിയ ആണോ, അങ്ങനെയാണെങ്കിൽ ഏതൊക്കെയാണ് അഡ്രസ്സ് കാര്യങ്ങളൊക്കെ കൊടുക്കുക. സ്കൂളിൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്ത് അതിൻ്റെ ലാൻഡ്മാർക്ക് എന്താണ്, പോസ്റ്റ് ഓഫീസ് ഏതാണ്, പിൻ കോഡ് എന്താണ്, സ്റ്റേറ്റ് എന്താണ്, ഡിസ്ട്രിക്ട് എന്താണ്, അങ്ങനെ താലൂക്ക് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഗൂഗിൾ മാപ്പിൽ അതിൻ്റെ ലൊക്കേഷൻ ലിങ്ക് ആയിട്ട് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
ലിങ്ക് ആയിട്ട് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പ്രിൻസിപ്പളിൻ്റെ ഡീറ്റെയിൽ കൊടുക്കാനാണ് അടുത്തൊരു വിൻഡോ ആയിട്ട് വരിക. അപ്പം പ്രിൻസിപ്പളിൻ്റെ ഡീറ്റെയിൽസ്, പ്രിൻസിപ്പളിൻ്റെ പേര് എന്താണ്, പ്രിൻസിപ്പളിൻ്റെ മൊബൈൽ നമ്പർ എന്താണ്, ഇതൊക്കെ നമ്മൾ റാൻഡം ആയിട്ട് കൊടുത്ത നമ്പറാണ്, നിങ്ങളുടെ നമ്പറാണ് നിങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കേണ്ടത്. സോ ഇത് പ്രിൻസിപ്പളിൻ്റെ ഇമെയിൽ അഡ്രസ്സ് എന്താണ്, ഈ കാര്യങ്ങളൊക്കെ കൊടുക്കുക. എന്നിട്ട് അതിനുശേഷം നമ്മൾ ഇൻചാർജ്, അതായത് എക്സാം നടക്കുന്ന ഓരോ സെൻറ്ററുകളിലും ഇൻചാർജ് ആയിട്ട് ഒരാളുണ്ടാവും അല്ലേ, ഓരോ എക്സാംസ് നടത്തുമ്പോൾ. അപ്പോൾ ആ ആളുടെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. ആളുടെ നെയിം, അതുപോലെ തന്നെ ഡെസിഗ്നേഷൻ എന്താണ്, എന്തായിട്ടാണ് അവിടെ പ്രവർത്തിക്കുന്നത്. ചിലപ്പോൾ അഡ്മിനിസ്ട്രേറ്റർ ആവാം, ചിലപ്പോൾ ടീച്ചർ ആവാം, എന്ത് വേണമെങ്കിലും ആവാം അല്ലേ, റൈറ്റ്. സോ ആ ഒരു ഇൻചാർജിൻ്റെ ഡീറ്റെയിൽസ് ആണ് പിന്നീടുള്ള ഈ ഒരു വിൻഡോയിൽ നമ്മൾ കൊടുക്കേണ്ടതുള്ള. അതിലും നമ്മൾ ഇൻചാർജിൻ്റെ ഒരു പ്രൈമറി ആയിട്ട് ഒരു നമ്പറും കൊടുക്കണം, സെക്കൻഡറി നമ്പറും കൊടുക്കണം, ഇമെയിൽ അഡ്രസ്സും കൊടുക്കണം. എന്നിട്ട് ഇതൊക്കെ കൺഫർമേഷൻ കഴിഞ്ഞാൽ വില്ലിങ്നെസ് ആൻഡ് കപ്പാസിറ്റി എന്ന് ചോദിക്കും. വില്ലിങ്നെസ് എന്ന് പറയുന്നത് എക്സാം നടത്താനുള്ള വില്ലിങ്നെസ് നമുക്ക് എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് എത്രത്തോളം കപ്പാസിറ്റി ഓഫ് സ്റ്റുഡൻസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും, അതാണ് അവർ ചോദിക്കുന്നത്. സോ ആദ്യം ചോദിക്കുന്നത് ഡു യു ഹാവ് എ CCTV ഫെസിലിറ്റി, CCTV ഫെസിലിറ്റി ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പം CCTV ഫെസിലിറ്റി ഉണ്ടെങ്കിൽ യെസ് എന്ന് കൊടുക്കുക. ഇൻ കേസ് CCTV ഇല്ലെങ്കിൽ നമുക്ക് ബെറ്റർ ആയിട്ടുള്ള അവർ CCTV ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ അവർ ചെയ്തു തരുന്നതാണ്. സോ ഇനി നമ്മൾ നോക്കുകയാണ്, ആർ യു വില്ലിംഗ് ടു പ്രൊവൈഡ് യുവർ ഇൻസ്റ്റിറ്റ്യൂഷൻ ആസ് എൻ എക്സാമിനേഷൻ സെന്റർ ഓൺ November 22nd ആൻഡ് November 23rd, അതായത് November 22nd November 23rd ആയിട്ടാണ് NSC നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ സെൻറ്ററായിട്ട് ഒഫീഷ്യലായിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് ചോദിക്കുക. അപ്പോൾ യെസ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു, നമുക്ക് അതിനുള്ള വില്ലിങ്നെസ് നമ്മൾ കൊടുത്തു. ദെൻ അടുത്തതാണ് വരാൻ പോകുന്നത്, എൻ്റർ ദ മാക്സിമം നമ്പർ ഓഫ്, എത്ര കപ്പാസിറ്റി ഓഫ് സ്റ്റുഡൻസ് നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും, ആ ഒരു ഡീറ്റെയിൽസ് ആണ് കൊടുക്കണം. ഞാൻ ഇപ്പോൾ റാൻഡം ആയിട്ട് ഒരു 80 ആണ് കൊടുത്തുള്ളത്. അതിനുശേഷം നമ്മളുടെ സ്കൂളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സ്കൂളിൻ്റെ ബാങ്ക് അക്കൗണ്ടും അല്ലെങ്കിൽ അതിൻ്റെ അക്കൗണ്ട് ഹോൾഡറിൻ്റെ നെയിമും ടൈപ്പ് ഓഫ് അക്കൗണ്ട്, അതിൻ്റെ റാൻഡം ആയിട്ടുള്ള ഇതൊക്കെ റാൻഡം ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അക്കൗണ്ട് നമ്പർ, അതുപോലെ തന്നെ IFSC കോഡ്, അതുപോലെ തന്നെ IFSC കോഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്തതായിട്ട് കൊടുക്കുന്ന നെയിം ഓഫ് ദ ബാങ്ക്, നെയിം ഓഫ് ദ ബ്രാഞ്ച്, പാൻ കാർഡിൻ്റെ നമ്പർ. എന്നിട്ട് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ അപ്ലോഡ്സിലേക്ക് വരും. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ആധാർ കാർഡ്, പ്രിൻസിപ്പളിൻ്റെ ഇൻചാർജിൻ്റെ ആധാർ കാർഡ്, അതുപോലെ തന്നെ ക്യാൻസൽഡ് ആയിട്ടുള്ള ഒരു ചെക്ക്, അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ഫോം ഫില്ല് ചെയ്തിട്ടുള്ള ആ ഒരു പോർഷനും കൂടി അപ്ലോഡ് ചെയ്യേണ്ടി വരും. അത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒഫീഷ്യലി എന്താ പറ്റും, നമുക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള വില്ലിങ്നെസ് നമുക്ക് അവരെ അറിയിക്കാൻ പറ്റും. എന്നിട്ട് അവർ ആണ് തീരുമാനിക്കുക സെൻറ്റർ ആക്കണോ, ഒരു ഫെസിലിറ്റിക്ക് അനുസരിച്ച് എന്ത് ചെയ്യും, അവർ ആക്കും. സോ ഇൻ കേസ് നമ്മളുടെ ഈ ഒരു സെൻറ്റർ രജിസ്റ്റർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒഫീഷ്യലി മെയിൽ അയച്ചിട്ട് IAPTയോട് ചോദിച്ചു നോക്കാം, അങ്ങനെയും ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു മെത്തേഡിലൂടെയാണ് നമ്മൾ സെൻറ്റർ രജിസ്ട്രേഷൻ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, സെൻറ്റർ രജിസ്ട്രേഷൻ ഈ ഒരു മെത്തേഡിലൂടെയാണ് നമ്മൾ പോകേണ്ടത്. സോ സെൻറ്റർ രജിസ്ട്രേഷൻ്റെ ഈ ഒരു വിൻഡോ ഒക്കെ നമ്മൾ പോയിട്ടാണ് നമുക്ക് എത്താൻ പറ്റുക. സോ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, അറ്റ്ലീസ്റ്റ് ഒരു സബ്ജക്റ്റിൽ, അതായത് NSCJS ആവാം, NSCP ആവാം, NSCC ആവാം, NSCB ആവാം, NSEA ആവാം, ഏതെങ്കിലും ഒരു എക്സാമിൽ മിനിമം 30 സ്റ്റുഡൻസ് എങ്കിലും ആ ഒരു സെൻറ്ററിൽ എഴുതണം. എന്നാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എഴുതാൻ കപ്പാസിറ്റി ഉണ്ടാവണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ സെൻറ്ററിന് എക്സാം കണ്ടക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഈ എക്സാം കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് അവരെന്ത് ചെയ്യുന്നുണ്ട്, IAPT ഒരു 60 rupees ഈ ഒരു സെൻറ്ററിന് കൊടുക്കും. ഓൾമോസ്റ്റ് 300 ആണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ ഫീ വരുന്നത്. അതിൽ 60 സെൻറ്ററിന് ഈ ഒരു എക്സാം കണ്ടക്ട് ചെയ്യാനുള്ള ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ, അതായത് ഫെസിലിറ്റീസ് എല്ലാം അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്, എക്സാം നടത്താൻ വേണ്ടിയിട്ട് IAPT ഒഫീഷ്യൽ കൊടുക്കുന്നതാണ്. ഈ കാര്യങ്ങൾ കൂടി മനസ്സിലാക്കുക. സോ ഇങ്ങനെയാണ് നമ്മൾ സെൻറ്റർ രജിസ്റ്റർ ചെയ്യേണ്ടത്. സെൻറ്റർ രജിസ്റ്റർ ചെയ്യാനുള്ള ഓരോ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ പറഞ്ഞുള്ളത്. അതുപോലെ തന്നെ നമ്മൾ NSCJSന്റെ ഫ്രീ കോച്ചിങ് നമ്മളെ ചാനലിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ August 1 മുതൽ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. November 23rd നമ്മൾ എക്സാം നടക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റുഡൻറ് രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. സ്റ്റുഡൻറ് രജിസ്ട്രേഷൻ ആഫ്റ്റർ 20, അതായത് August 20 ശേഷമാണ് സ്റ്റുഡൻറ് രജിസ്ട്രേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അതിൻ്റെയും വീഡിയോ നമുക്ക് ആ ഒരു ടൈമിലാവുമ്പോഴത്തേനും വരുന്നതാണ്. ഇതിപ്പോൾ സെൻറ്ററായിട്ട് നിങ്ങളുടെ സ്കൂളിന് സെൻറ്ററായിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റുമോ, അതിനുള്ള ബില്ലിങ്നെസ് കാര്യങ്ങളൊക്കെ അറിയിക്കുന്ന, അല്ലെങ്കിൽ അത് രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞുള്ളത്. സോ എന്ത് ചെയ്യുക, മാക്സിമം എല്ലാവരും, കേരളത്തിലുള്ള എല്ലാ സ്കൂളുകളും മാക്സിമം ഈ ഒരു NSCJSന്റെ ഒരു ഇൻ്റർനാഷണൽ ലെവലിലേക്ക് നമ്മുടെ സ്റ്റുഡൻസിന് എക്സ്പോഷർ കൊടുക്കാൻ പറ്റുന്ന ഒരു എക്സാമാണ്. അപ്പോൾ മാക്സിമം എല്ലാ സ്റ്റുഡൻസ് അല്ലെങ്കിൽ എല്ലാ സ്കൂളുകളും ഈ ഒരു കാര്യം ഏറ്റെടുത്തിട്ട് നമുക്ക് NSCJSന്റെ മെയിൻ ആയിട്ടുള്ള സെൻറ്റേഴ്സ് ആയിട്ട്
ആയിട്ട് നമുക്ക് മാറാൻ പറ്റണം. സോ നമുക്ക് ഓൾമോസ്റ്റ് നമുക്ക് നോക്കുന്ന സമയത്ത് ഒരുപാട് കുട്ടികൾക്ക് നല്ല എക്സ്പോഷർ കിട്ടുന്ന എക്സാമാണ് നാഷണൽ സയൻസ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. അത് ഫസ്റ്റ് സ്റ്റേജ് ആണ് സയൻസ് ഒളിമ്പ്യാഡിൻ്റെ. അപ്പോൾ മാക്സിമം സ്കൂളുകൾ ഇത് ഏറ്റെടുക്കുക, അതുപോലെ തന്നെ മാക്സിമം സെൻറ്റേഴ്സ് ആയിട്ട് നോക്കുക. അതുപോലെ തന്നെ സ്റ്റുഡൻസിനോട് പറയാനുള്ളത്, നമ്മൾ NSCJSന്റെ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ വീഡിയോസ് എല്ലാം നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്, അപ്പം തന്നെ ചെക്കൗട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു കാര്യം നിങ്ങളുടെ സ്കൂളുകളിലേക്ക് അറിയിച്ചു കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ഇതിൻ്റെ രജിസ്റ്റർ ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്കൂളുകളിലേക്ക് അറിയിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു മെത്തേഡ് ഇതേപോലെ തന്നെയാണ് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്തും ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. സോ നിങ്ങൾ ഇപ്പം ചാനലിൽ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു കാര്യം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ഇപ്പോഴും നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ താഴെ നമ്മുടെ ഈ ഒരു വീഡിയോക്ക് താഴെ അതിൻ്റെ ലിങ്ക് അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, നിങ്ങൾക്ക് ഡയറക്റ്റ്ലി നിങ്ങൾക്ക് ആ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് കയറാൻ പറ്റും. അതിന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള, അതായത് നമ്മൾ വീഡിയോസ് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ നോട്ടിഫിക്കേഷൻ അതിൽ കൊടുക്കും. അതുപോലെ തന്നെ നമുക്ക് മോക്ക് ടെസ്റ്റുകൾ കാര്യങ്ങളൊക്കെ വരാനുണ്ട്. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അതിലായിരിക്കും ഒഫീഷ്യലി പ്രൊവൈഡ് ചെയ്യുക. സോ എല്ലാവരും എന്ത് ചെയ്യാം, അതിൽ ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ സ്കൂളുകളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, സ്കൂളുകളൊന്ന് ഏറ്റെടുക്കുക. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ സ്റ്റുഡൻസിന് ബെസ്റ്റ് ആയിട്ടുള്ള റിസൾട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന എക്സാംസ് ആണ് ഇങ്ങനെയുള്ള എക്സാംസ്. അതുപോലെ തന്നെ നല്ല എക്സ്പോഷർ കിട്ടാൻ പോകുന്ന എക്സാംസ് ആണ്. സോ മാക്സിമം എന്ത് ചെയ്യാം, എല്ലാവരും യൂട്ടിലൈസ് ചെയ്യുക. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.